പത്മിനി എന്തിയമ്മേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? പത്മിനി തലവേദന എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോയി. ആ കുട്ടി സ്വൈരായിട്ട് അവിടെ കിടന്നോട്ടെ. ഞാൻ എന്താ വരുന്നേ? പത്മിനി എഴുന്നേറ്റ് വന്നേ, ഭക്ഷണം കഴിക്കാം. എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തത്? എനിക്ക് സുഖമില്ല. നിന്റെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവൻ വന്ന് മാപ്പ് പറഞ്ഞില്ലേ, പിന്നെന്താ നിനക്ക്? വാ, താഴേക്ക് വാ. അരവിന്ദൻ എന്നെ നിർബന്ധിക്കണ്ട, ഞാൻ വരില്ല. എഴുന്നേക്കടി, എഴുന്നേക്കാൻ. നീ കൽപ്പിക്കുന്നത് പോലെയൊക്കെ നടക്കാൻ ഇത് നിന്റെ കൊട്ടാരമൊന്നുമല്ല, ഇത് എന്റെ വീടാ. ഇവിടെ എന്റെ കൂട്ടുകാർ പലരും വരും. അവരോടൊന്നും നിന്റെ ഇഷ്ടവും അനിഷ്ടവും നീ കാണിക്കണ്ട. നിനക്കറിയല്ലോ ഇന്നവൻ എന്റെ കൂട്ടുകാരൻ മാത്രമല്ലെന്ന്. ഉമ്മയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നവനാ. അവനോട് ഇനിയും നിന്റെ പകയും വിദ്വേഷവും വെച്ച് പുലർത്തുകയാണെങ്കിൽ പിന്നെ നിനക്ക് ഈ വീടിനകത്തല്ല, എന്റെ മനസ്സിൽ പോലും സ്ഥാനം ഉണ്ടാവില്ല. നിർത്തേ, നിർത്താൻ. മര്യാദയ്ക്ക് നീ വരുന്നോ അതോ നിന്നെ ഞാൻ വലിച്ചഴിച്ച് കൊണ്ടുപോകണം? ഞാൻ വന്നോളാം. എങ്കിൽ കണ്ണുടങ്ങി നടക്ക്. വാ. ആ കുട്ടിക്ക് സുഖമില്ലെങ്കിൽ പിന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ? വല്യച്ഛൻ മിണ്ടായിരിക്കും. നീ ഇങ്ങോട്ട് വാ. അരവിന്ദ വേണ്ട, ഞാൻ പിന്നെ ഇരുന്നോളാം. ഇരിക്കണ അവിടെ. വേണ്ട, നീ അത് അവളുടെ കൊടുത്തേ, അവള് വിളമ്പിക്കോളും. എനിക്കല്ല, ആദ്യം അവന് വിളമ്പ്. അരവിന്ദ, അവളെ കൊണ്ട് തന്നെ വിളമ്പിക്കണമെന്ന് നിനക്കെന്താ എത്ര വാശി? ആര് വിളമ്പിയാൽ എന്താ? എന്റെ ഭാര്യ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. വിളമ്പടി ഇങ്ങോട്ട്. ഇനി നീ ഇങ്ങോട്ടിരിക്കെ. വാ വാ, ഇങ്ങോട്ടിരിക്കാൻ. വാ, ഇവിടെ നിന്ന് കഴിക്കേ. ആ കഴിക്കേ, കഴിക്കടാ. ഏട്ടൻ എന്തായി കാണിക്കണേ? എടുത്ത് എഴുന്നേറ്റെ, നമുക്ക് പിന്നെ കഴിക്കാം. ഉമേ, ചുമ്മാ ചേട്ടാ, എടുത്തി വാ. പത്മിനി, നിന്നെ വേദനിപ്പിക്കാനല്ല ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. അവനെ പ്രീതിപ്പെടുത്താനുമല്ല. നീ ചന്തുവിനെ മനസ്സിലാക്കുന്നില്ലല്ലോ, അതുകൊണ്ടാ. ഞാൻ എന്തിനാണ് മനസ്സിലാക്കുന്നത്? എനിക്കറിയേണ്ടത് മനസ്സിലാവാത്തതും അരവിന്ദനെയാ. അയാൾ എന്ത് ചെയ്താലും ആരും ഒന്നും പറയാൻ പാടില്ല. പറഞ്ഞ അരവിന്ദൻ സമ്മതിക്കില്ല. അയാളോട് എന്താ അരവിന്ദന്? ഇങ്ങനെ ജീവൻ കളയാൻ മാത്രം അരവിന്ദന് വേണ്ടി അയാൾ എന്താ ചെയ്തിരിക്കുന്നത്? പറ. ഈ ഭൂമിയിൽ ആരെക്കാളും അരവിന്ദൻ അയാളെ സ്നേഹിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം. ഇപ്പൊ നീ ചോദിച്ച ചോദ്യം ഈ വീട്ടിൽ അച്ഛനും അമ്മയും ഉൾപ്പെടെ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുള്ളതാ. അവരോടൊന്നും മറുപടി പറയാൻ നിന്നിട്ടില്ല. പക്ഷേ നിന്നോട് എനിക്കിത് പറയണം. ഇനിയും പറയാതെ വയ്യ. ചന്തു അറിയാത്ത ഒരേ ഒരു രഹസ്യം എനിക്കത് മാത്രമേ ഉള്ളൂ. അവനോടത് പറയാൻ ഞാൻ പലവട്ടം ഒരുങ്ങിയതുവാ. അപ്പോഴെല്ലാം ജോയിയാണ് എന്നെ തടഞ്ഞത്. അവനത് സഹിക്കില്ലെന്നും അവൻ തകർന്നു പോകുമെന്നും പറഞ്ഞപ്പോ എനിക്കത് പറയാനുള്ള ശക്തി ഇല്ലാണ്ടായിപ്പോയി. കുഞ്ഞിനാളിൽ ഞാൻ ആദ്യം ചന്തുവിനെ കാണുമ്പോൾ മുതല് അവന്റെ തോളിൽ എപ്പോഴും ഒരു കൊച്ചു പയ്യനുണ്ടാവുമായിരുന്നു. അവനെ സ്വന്തമെന്ന് പറയാനും ബന്ധമെന്ന് പറയാനും ഭൂമുഖത്ത് ആകപ്പാടെ ഉണ്ടായിരുന്നൊരു കണ്ണി. സംസാരിക്കാൻ ശേഷിയില്ലാത്ത അവന്റെ കുഞ്ഞനുജൻ ചിന്നൻ. 9 വർഷം മുമ്പ് ചിന്നൻ മരിച്ചു. അവൻ നെഞ്ചോടടക്കി പിടിച്ചു കൊണ്ട് നടന്നിരുന്ന അവന്റെ ചിന്നന്റെ മരണം
എന്റെ ഈ കൈകൊണ്ട് സംഭവിച്ച ദുരന്തമായിരുന്നു. ആ നശിച്ച ദിവസം ഞാൻ എന്തിനാണ് ആ സമ്മാനപ്പൊതിയുമായിട്ട് അവന്റെ വീട്ടിൽ കയറി ചെന്നത്? അത് ഭദ്രമായിട്ട് കൊണ്ടുവയ്ക്കാൻ ഞാൻ എന്തിനാണ് അവരോട് പറഞ്ഞത്? അതുമായിട്ട് അവൻ നിലവറയിലേക്ക് പോയതാ, ഭദ്രമായിട്ട് കൊണ്ടുവയ്ക്കാൻ. അതറിയാതെ നിലവറവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് ഞാനത് പുറത്തുനിന്ന് അടച്ചു കുറ്റിയിട്ടു. ഈശ്വര, നാടൊട്ടുക്ക് ഞങ്ങൾ അവന് വേണ്ടി പരക്കം പായുമ്പോഴൊക്കെ നിലവറയുടെ ഇരുട്ടിൽ കിടന്ന് ഒന്നൊച്ച വെച്ച് കരയാൻ പോലും കഴിയാതെ ശ്വാസം മുട്ടി പെടയുകയായിരുന്നു ആ മിണ്ടാപ്രാണി. 4-ാം നാൾ അളിഞ്ഞു തുടങ്ങിയ ശരീരത്തിന്റെ ഗന്ധം പുറത്തു വന്നപ്പോഴാണ് അവൻ നിലവറയിൽ കുടുങ്ങിയത് ഞാനടക്കം എല്ലാരും അറിയുന്നത്. പൊന്നനുജന്റെ മൃതശരീരവും വാരിപ്പിടിച്ച് അലറിക്കരയുന്ന എന്റെ ചന്തുവിനോട് ഞാൻ എങ്ങനെ പറയും ഞാനാണ് അവനെ കൊന്നതെന്ന്? അവനെ ഞാൻ എന്തു കൊടുത്ത് സ്നേഹിച്ചാ മതിയാവും? എങ്ങനെ കൊണ്ടു നടന്നാ മതിയാവും? പറ പപ്പി, നീ തന്നെ പറ. എന്റെ ചിന്നനെ നീ കൊന്നതാണല്ലേടാ? മിണ്ടാപ്രാണിയായി എന്റെ അനിയനെ കൊന്നതിനുള്ള പ്രായച്ചിത്തമാണല്ലേ നീ ഇത്രയും നാൾ എന്നോട് കാണിച്ച കരുണയും സ്നേഹവും ഒക്കെ? ചിന്നന്റെ ആത്മാവ് ഇപ്പോഴും എന്റെ കൂടെ ഉണ്ടടാ. അതുകൊണ്ടാ ഈ സത്യം ഇപ്പൊ നിന്റെ വായിന്ന് തന്നെ പുറത്തു വന്നത്. എന്നെക്കാളും ഈ ഭൂമിയിൽ ആരെക്കാളും നിന്നെ സ്നേഹിച്ചിരുന്നു അവൻ. അവന് നിന്നെ ജീവനായിരുന്നില്ലടാ. അവനെ എന്നിട്ടത് എന്നോട് മറച്ചു വെച്ച് ഇക്കാലം അത്രയും എന്നെ ചതിക്കുകയായിരുന്നു, വഞ്ചിക്കുകയായിരുന്നു അല്ലേടാ? ചന്തു, ചന്തു വിടാ, വിടാ, വിടാ. നീ മാറുന്നില്ലടാ. ജോയി അവനെ വിട്, അവനെ എന്ത് വേണേലും ചെയ്തോട്ടെ. ഞാൻ വിടില്ലടാ. എന്റെ പൊന്ന് ചന്തു, നമ്മൾ തമ്മിൽ തല്ലിപ്പിരിയരുത്. നമ്മളോ? ഇനി നമ്മളില്ല, ഞാനും നിങ്ങളേ ഉള്ളൂ.